നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ എത്തിക്കുക. ഞാൻ കടലിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ലോക മനുഷ്യർ മുഴുവൻ പറയുന്നൊരു വാക്കുണ്ട്, മനുഷ്യന്റെ ഹൃദയം കലങ്ങി മറിയുന്ന കടൽ പോലെയാണ്. തീരം തൊട്ട് തിരിച്ചു പോകുന്ന തിരമാലകളിൽ ഒന്ന് നോക്ക്. ഇതിനകത്ത് കഷ്ടപ്പെടുന്ന ജനങ്ങളെ, ഇതിനകത്ത് വളരുന്ന കോടിക്കണക്കിന് വിവിധ തരം മത്സ്യങ്ങൾ, ഷാർപ്പ് റെപ്റ്റൈൽസ്, പോയിസണസ് സ്നേക്സ്, വിഷപ്പാമ്പുകൾ ഇതിനകത്തുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് പറഞ്ഞത്, മനുഷ്യന്റെ മനസ്സ് കലങ്ങി മറിയുന്ന കടൽ പോലെയാണെന്ന്. കൊലപാതകങ്ങൾ, ആത്മഹത്യകൾ, ലോകത്തിലെ സകലവിധ അധാർമികതകൾ മുഴുവൻ സംഭവിക്കുന്ന എവിടെയാ? മനുഷ്യന്റെ മനസ്സിൽ നിന്നാ. കടല് പോലെ തന്നെ എൻ്റെ മനുഷ്യന്റെ മനസ്സും. അവന്റെ മനസ്സിൽ നന്മയുണ്ട്, അവന്റെ മനസ്സിൽ സന്തോഷമുണ്ട്, അവന്റെ മനസ്സിനകത്ത് ചിരിക്കാനുള്ള ചിന്തകളുണ്ട്. പക്ഷെ അപ്പോൾ തന്നെ പോയിസണസ് സ്നേക്സ് എന്ന് പറഞ്ഞ പോലെ വിഷപ്പാമ്പുകൾ അവന്റെ അകത്തില്ലേ. കോപം, കലഹം, ശണ്ട, അഴിമതികൾ, വാഗ്വാദങ്ങൾ, ചതികൾ, വഞ്ചനകൾ എല്ലാം മനുഷ്യന്റെ മനസ്സിൽ നിന്നാണ് എഴുന്നേറ്റ് വരുന്നത്. അവനെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നതാ, മറ്റൊരാളെ കൊല്ലാൻ പ്രേരിപ്പിക്കുന്നതാ. അതുകൊണ്ടാണ് ബുദ്ധിമാനായ ഒരു മനുഷ്യൻ പറഞ്ഞത്, മനുഷ്യന്റെ മനസ്സ് കലങ്ങി മറിയുന്ന കടൽ പോലെയാണെന്ന്. പക്ഷേ നിങ്ങളൊരു മനുഷ്യനെ കണ്ടിട്ട് ആ മനുഷ്യന്റെ ബാഹ്യമായി ഏതെങ്കിലും ഒന്നോ രണ്ടോ വാക്കുകളോ പ്രകടനങ്ങളോ കണ്ടിട്ട് വിലയിരുത്തരുത്. ആ കടലിന്റെ ആഴത്തിൽ വിലയേറിയ കോടികൾ വരെയുള്ള മുത്തുച്ചിപ്പികൾ ഉള്ളതുപോലെ നിങ്ങൾ കാണുന്ന ആ മനുഷ്യനിൽ ചില നന്മയുണ്ട്. അവന്റെ ഉള്ളിൽ ചില അറിവിന്റെ, അനുഗ്രഹത്തിന്റെ വഴികളുണ്ട്. അതും കൂടി ആരായാൻ, അതും കൂടി മനസ്സിലാക്കി ആ ആളിനെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. കടലാണ്, അതുകൊണ്ട് തിരമാലയാണ്, അതുകൊണ്ട് പാമ്പാണ്, അതുകൊണ്ട് തിമിംഗലമാണ് എന്ന് പറഞ്ഞ് ഒരാളെ ഒഴിവാക്കരുത്. കലങ്ങി മറിയുന്ന കടലിനകത്ത് വിലയേറിയ വിശേഷപ്പെട്ട പലതുമില്ലേ, അതുപോലെ തന്നെ മനുഷ്യന്റെ മനസ്സും. ഇത് രണ്ടും കൂടെ ചേർത്ത് പഠിക്കുക. അപ്പോഴാണ് നമ്മൾ ഒരാളെ മനസ്സിലാക്കുന്നത്. നിങ്ങൾ കാണുന്നവരെല്ലാം, എല്ലാവരിലും വിഷം മാത്രമല്ല, ശണ്ടകൾ മാത്രമല്ല, കലഹങ്ങൾ മാത്രമല്ല, അവരുടെ അകത്ത് ചില നന്മകളുണ്ട്. അതും കൂടി തിരിച്ചറിയാം. God bless you. God bless you. God bless you.